ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഗൈസ്, അപ്പോൾ ഞാനും വന്നിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകട്ടാ. എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ഒരുപാട് പറഞ്ഞു. കാരണം നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ ഞാൻ പറയണത് നല്ലത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടാങ്കിൻ്റെയും കാര്യങ്ങളും വിഷ്വൽസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അലിഗേറ്ററിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് പോകാം ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്താട്ടോ നമ്മുടെ ചെറുക്കൻ. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ കാർ ഇതിനകത്താണ് കിടക്കുന്നത്. ഈ ടാങ്കിൻ്റെ അകത്താണ് ഇത്ര ദിവസം ഇട്ടത്. ഈ കിടക്കണതാണ് നമ്മുടെ ചെറുക്കൻ. അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നാൾ കൊണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ വലിപ്പം വെച്ചിട്ടുണ്ട്. വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയണമെങ്കിൽ ലാസ്റ്റായിട്ട് ഞാനിട്ടാണ് നമ്മുടെ അരാപ്പയമ്മയുടെ വീഡിയോ കണ്ടിട്ടില്ലേ, കാണുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്. അവൻ്റെ അത്രയുണ്ട് ഏകദേശം ഇവൻ്റെ വലിപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു 1.5 അടി 2 അടി ഏകദേശം അത്രയുണ്ട് ഇവൻ്റെ വലിപ്പം. അത്യാവശ്യം നല്ലോണം തന്നെ വലിപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോയേക്കാല്ല. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളടാ നമ്മുടെ അലിഗേറ്ററിൻ്റെ സംഭവം. ഏകദേശം ഇത്രയൊക്കെ ഉള്ളു. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇൻട്രോയിൽ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെറുക്കനെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞല്ലോ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ ആ ഒരു അലിഗേറ്ററിൻ്റെ കാര്യങ്ങൾ വിഷ്വൽസൊക്കെ കാണുമ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അത് അങ്ങനെ ചേർത്ത് തരാട്ടെ. കാരണം നിങ്ങൾ എന്നെ കണ്ട് ഞാൻ പറയണത് കേട്ട് ബോറടിച്ചിരിക്കണെന്തിനാ, അവനെയും കൂടെ ഒന്ന് കറക്റ്റായിട്ട് കാണണമല്ലേ. അപ്പോൾ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണാൻ ശ്രമിക്കട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലോ. അപ്പോൾ നിങ്ങൾ നേരെ വീഡിയോയിലോട്ട് ഇട്ടു. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അലിഗേറ്റർ. നിങ്ങൾ ആദ്യമേ തന്നെ കണ്ടില്ലേ, അവൻ തന്നെയാണ് ഇവൻ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 2 എണ്ണം ഉണ്ടായിരുന്നില്ലേ, അതിലൊരെണ്ണം പോയതിൻ്റെ ആ ഒരു കഥയാണ് കേട്ടോ. അപ്പോൾ വേഗം ഞാൻ പറഞ്ഞ് മറ്റേ ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോകാം. ഓക്കെ, അപ്പോൾ 2 എണ്ണം മേടിച്ചു. ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് മേടിച്ചു. ഇവന്മാരെ 2 എണ്ണത്തിൽ ഒരുമിച്ചിട്ട് ഇതിലാണെന്ന് ഈ ടാങ്കിലാണെന്ന് ഇട്ടത്. ഓക്കെ, മേടിച്ച് 2 ആഴ്ചയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫുഡൊക്കെ 2 പേരും കഴിച്ച്. ഇവൻ പെട്ടെന്ന് അങ്ങോട്ട് വലുതായി, പെട്ടെന്ന് ഫുഡ് കഴിച്ച് വലുതായി. മറ്റവനാണ് ഇത്തിരി ഫുഡിൽ പുറകോട്ടാണ്. എന്നിട്ട് ഞാൻ അവനെ മാറ്റിയിട്ട് രണ്ടിൻ്റെയും ഒരേ വലിപ്പത്തിലോട്ട് എത്താൻ വേണ്ടി മറ്റവനെ മാറ്റിയിട്ട് കഴിഞ്ഞിട്ട് അവൻ ഫുഡൊന്നും കഴിക്കണില്ല. പിന്നെ അതിൻ്റെ അകത്തോട്ട് ഇറക്കി വിട്ടപ്പോൾ മറ്റേ ആ ചെറിയവൻ ഇച്ചിരി പേടിച്ച് അതുകൊണ്ട് ഒരു ദിവസം ഫുഡ് കഴിച്ചില്ല. അപ്പോൾ ഇവൻ നന്നായിട്ട് അത്യാവശ്യം വലുതായി. അപ്പോൾ വലുതായപ്പോൾ ഒരു ദിവസം എനിക്ക് വൈകിട്ട് ഫുഡ് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവൻ നന്നായിട്ട് വിശന്ന് ആഹാരം ഇരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റവനെ പിടിച്ച് അങ്ങോട്ട് അകത്താക്കി. പിറ്റേ ദിവസം രാവിലെ ഒന്ന് നോക്കിയപ്പോൾ ആളെ കാണാനില്ല. ഇവൻ്റെ വയറാണ് ഫുള്ളായി നിൽക്കണതാണ്. അപ്പം അങ്ങനെയാണ് അവൻ ഡെഡായത്. ഇവൻ കഴിച്ചതാണ് മറ്റവനെ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് അത്യാവശ്യം ഞാൻ ഒരെണ്ണത്തിനൂടെ മേടിക്കാമെന്നാണ് ഇരുന്നത്. അപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ നീണ്ടു പോയി. ഇവൻ ശരിക്കും അങ്ങോട്ട് വളർന്ന് വലുതായി. അപ്പോഴത്തേക്കും വേറൊരെണ്ണം അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതല്ല, പിന്നെ ഞാൻ വിചാരിച്ച് എനിക്ക് ഒരു മുമ്പേ തൊട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ്. അത് ഞാൻ അടുത്തല്ല അതിൻ്റെ പിന്നത്തെ വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഞാൻ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അത് അത്യാവശ്യം ഒരു 6 മാസം മുന്നേ ഇതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ അവൻ ആ ഒരു ടാങ്കിൻ്റെ അകത്ത് തന്നെ കിടന്നോളും. ഓക്കെ, അപ്പം നമുക്ക് വേറെ 2 എണ്ണത്തിനും കൂടെ മേടിക്കാമെന്ന് വെച്ച് ഇരിക്കണതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒന്ന് കഴിഞ്ഞാൽ ഞാൻ മേടിക്കും. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇനി വരത്തില്ല, കാരണം ഒരുപാടായി. ഞാൻ അതിനെ മേടിച്ചിട്ട് വലുതാക്കിയിട്ട് അതിൻ്റെ അപ്ഡേറ്റ് പിന്നെ തരാം ഗൈസ്. അപ്പോൾ ഇവൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ, ഇതാണ് ആ ഒരു മറ്റേ അലിഗേറ്റർ പോയതിൻ്റെ ആ ഒരു ചെറിയ കഥ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് കണ്ടില്ലേ, നമ്മുടെ അലിഗേറ്റർ ആട്ടാ. ഇത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. ഇതുപോലത്തെ ഒരു ടാങ്കിൻ്റെ അകത്ത്, ഇതൊരു ബക്കറ്റിൻ്റെ അകത്താണ്, ഇതുപോലത്തെ ഒരു ബക്കറ്റിൻ്റെ അകത്താണ് നമ്മുടെ അരാപ്പയ്മ ഗ്രോത്ത് നോക്കിയപ്പോൾ ഇട്ടിരുന്ന കേട്ടാ. ഏകദേശം നമ്മുടെ അരാപ്പയ്മയുടെ അത്ര നീളം തന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ ചെറുക്കന്. വണ്ണ ഇത്തിരി കുറവാണെന്നേ ഉള്ളു. ഓക്കെ, ഇത്രയുണ്ട്. ചെറുക്കൻ്റെ വായൊക്കെ കണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്ത് കിടക്കാൻ പറ്റില്ല, വളഞ്ഞാണ് കിടക്കണത് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ടാണ് പിടിച്ചത്. ഇവൻ്റെ ചെതമ്പ് നല്ല ഹാർഡാണെങ്കിലും ഇവൻ്റെ മേത്ത് ഇഴുക്കലുണ്ട് കേട്ടോ, ഭയങ്കര ഇഴുക്കലാണ്, രക്ഷയില്ലാത്ത ഇഴുക്കില്ല. ഞാൻ പിടിച്ചത് തന്നെ എനിക്ക് എന്നിട്ടും പിടിക്കാൻ പറ്റണ്ടായില്ല. വല കൊണ്ടും കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റണ്ടായില്ല. ഞാൻ ലാസ്റ്റ് ഈ ബക്കറ്റിൽ ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് കയറ്റുകയാണ് ചെയ്തത് കേട്ടോ. ഇട്ടാണ് പിടിച്ചത് ഇവനെ. നല്ല നമുക്ക് എടുത്തൊക്കെ ഒന്ന് നോക്കണം. എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്, കാരണം
ഇവൻ അടങ്ങിയിരിക്കണല്ലോ ഗൈസ്. ഇതുണ്ട് വാലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അല്ലേ ഏകദേശം എൻ്റെ ഒരു കൈ അല്ല ഗൈസ്, എൻ്റെ ഒരു കൈയുടെ അത്രയുണ്ട്. എൻ്റെ ഒരു കൈ കണ്ട ഗൈസ് അത്രയുണ്ട് എൻ്റെ. ഇനി നമുക്കിത് ഇവിടെ ഒരു പാത്രം കൂടി എടുത്തിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അവൻ ഓടിക്കളിക്കണ കാണാട്ടാ ഗൈസ്. അപ്പം അതേ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ. അവൻ്റെ ചെതമ്പിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പോറിയ പോലെ ഉണ്ട് കേട്ടോ ഗൈസ്. അത് സീനില്ല, പെട്ടെന്ന് തന്നെ വന്നോളും. പിന്നെ ഇപ്പോഴാണ് ഇവൻ്റെ പല്ല് ശ്രദ്ധിക്കണം കേട്ടോ ഗൈസ്. അടിപൊളി പല്ലാണ്, ഒരു രക്ഷയില്ല പല്ലിൻ്റെ കാര്യത്തിൽ, ഒന്നും പറയാനില്ല എനിക്ക്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ പല്ല്. ഇവൻ ഏകദേശം നമ്മുടെ അരാപ്പൊയ്മയുടെ പോലെ കേട്ടോ ഗൈസ്, ഒരു രക്ഷയില്ല. അടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞാൽ നമ്മുടെ അരാപ്പൊയ്മ അങ്ങനെ ഒരു തരത്തിലും അടങ്ങിയിരിക്കുകയില്ല. ഇവൻ അതുപോലത്തെ ഒരു ടൈപ്പാണ്. ഇവൻ്റെ പല്ല് ഞാൻ ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇങ്ങനെ അടങ്ങിയിരിക്കില്ല ഗൈസ്, ഓട്ടാണ്. ഓ ഇത് കണ്ടില്ലേ, ഏകദേശം ഈ ഒരു ടബിൻ്റെ ഇത്രയുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇവൻ്റെ നല്ല അടിപൊളി ഷോർട്സ് ഞാൻ കുറച്ച് നിങ്ങളെ കാണിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെടാം. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഇപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്യാൻ പറ്റും, പറയാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ ഫീഡിംഗ് ഒന്നും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യില്ല, കാരണം അടുത്ത വീഡിയോയിൽ ചെയ്യണം. കാരണം കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെറുക്കൻ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ പറ്റും ഓൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്നൂടെ അപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇടുന്നതിന് കൊണ്ടാണ് വെച്ചാൽ. അപ്പോൾ അടുത്തൊരു കിഡിലും കണ്ടൻറ്റുമായിട്ട് കാണുന്നവരെ see you soon. Bye. Do you remember how tangled we got in?